ഹലോ, അപ്പോൾ നമ്മൾ നിർമ്മിച്ചുള്ളത് ഒരു ചിൽഡ്രൻസ് ഡേൻ്റെ ഡ്രോയിങ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്കൈ ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഓറഞ്ച് കളർ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അധികം നീറ്റിലൊന്നും വേണമെന്നില്ല, കാരണം നമ്മൾ പിന്നെ ബ്ലെൻഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളിവിടെ യെല്ലോവും കൂടി അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ലാസ്റ്റ് ബ്ലെൻഡ് ആക്കും. പിന്നെ ബ്ലൂ കളറും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്കൈ ബ്ലൂ ആണ്. നേരത്തെ എടുത്തത് ഒരു ലെമൺ യെല്ലോ എന്നൊക്കെ പറയില്ലേ, അതുപോലൊക്കെ ഇപ്പോൾ ഒരു ഷെയ്ഡാണ്. നമ്മളിത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വൈറ്റ് കളർ വെച്ചിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ യെല്ലോവും ഓറഞ്ചും അടുത്ത് വരുന്നുണ്ട്, അത് അവിടെ രണ്ടിടത്തും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യാൻ. അത് ആ ഒരു കളറിൻ്റെ ഇതൊന്ന് നല്ലോണം ഒന്ന് ബ്ലെൻഡായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പിക്ചർ വരക്കണം. അപ്പോൾ ആദ്യമായിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് നമ്മൾ താഴെ ഒരു ലാൻഡ് പോലെ കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ബ്ലാക്ക് കളർ ഇതുപോലെ ചെയ്താൽ മതി. അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. then നമ്മളിവിടെ ഒരു മരം വരക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് പകുതിയുള്ള മരമാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 6B പെൻസിലാണ് ഞാനിവിടെ എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. അതിന് കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലീവ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് അത്ര ഷേപ്പായിട്ട് കിട്ടണമെന്നില്ല. ഇനി അവിടെ ഒരു ഊഞ്ഞാല് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്രാഞ്ചിൻ്റെ മുകളിൽ ഇതുപോലെ രണ്ട് സൈഡ് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക. ഇത് നമ്മൾ അടിയിലൊരു ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ 8B വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ അടിയിൽ കുറച്ച് പുല്ല് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് പുല്ലിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ഇനി നമ്മൾ അവിടെ ഒരു ബെഞ്ച് വരക്കുന്നുണ്ട്. അതിൻ്റെ ക്ലിപ്പ് റെഡിക്ക് എൻ്റെ അടുത്തില്ല, അപ്പോൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇthen നമ്മൾ കുറച്ച് പീപ്പിളിനൊക്കെ വരക്കുന്നുണ്ട്. അതായത് ഊഞ്ഞാൽ നാടുന്നത്, അതുപോലെ ബോൾ കൊണ്ട് കളിക്കുന്നത്, പിന്നെ ഒരാൾ ബെഞ്ചുമ്മലിൽ ഇരുന്നിട്ട് ഇതുപോലെ ബലൂണൊക്കെ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് സ്കെച്ച് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ വരച്ചു കൊടുക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10B വെച്ചിട്ട് ഇതുപോലെ പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് കാക്കകളെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ.